കടിയിലില്ലേ? എന്തോ ഇങ്ങോട്ട് പാടി ഒന്ന്. എന്താ നീ കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്നെ മുഴുങ്ങാനാണോ ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കുന്നത്? ചൂട് കൂടി പോയാ? അല്ല, ഇന്നലെ തണുത്തെന്നായിരുന്നല്ലോ പരാതി. അതുകൊണ്ട് വെട്ടി തിളപ്പിച്ച് വെക്കാൻ വിചാരിച്ചല്ലേ? ഇച്ചിരി പച്ചവെള്ളം കുടിക്കാൻ അപ്പൊ തണുത്തോളും. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പച്ചവെള്ളവും ചൂടുവെള്ളവും കൂടെ ചേർത്ത് കുളിച്ചാൽ എനിക്ക് നീർവീഴ്ച വരുമെന്ന്. പോരാത്തതിന് എന്റെ കാലിൽ മുഴുവൻ ബാധം വന്നിരിക്കുകയാണ്. അന്നൊരു 10 മിനിറ്റ് കഴിഞ്ഞ് കുളിച്ചാൽ മതി, അപ്പൊ തണുത്തോളും. എന്താ? അയ്യോ ഒന്നുമില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ വന്നത് അവളുടെ സ്വൈരവികാരത്തിന് തടസ്സമായിരിക്കും. എന്റെ ക്ലീറ്റോ ചേട്ടാ ചായക്ക് ഇത്തിരി മധുരം കുറഞ്ഞാൽ പറയും കഷായം വേണമെന്ന് ചോദിക്കും, കൂടിയാ പറയും ഷുഗർ കയറ്റിക്കൊല്ലു വേണമെന്ന്. എന്തൊക്കെയാ വായിന്ന് വന്നത്? അയ്യോ എനിക്ക് മത്തിയായി. പ്രായമുള്ള സ്ത്രീയല്ലേ മോളെ, നമുക്കങ്ങനെ ക്ഷമിക്കാം. ക്ഷമിക്കുകയാണ് ഞാൻ. ഓട്ടെ, നീ ഇനി അതൊന്നും ആലോചിച്ചൊന്നും ഇരിക്കണ്ട കേട്ടാ. ഞാനായിട്ടൊരു പ്രശ്നം ഈ വീട്ടിലുണ്ട്. കുഴപ്പമില്ലല്ലോ. എന്നെയോ അമ്മ കേൾക്കാൻ വേണ്ടിട്ട് കേൾക്കാൻ വേണ്ടിട്ടോ? അമ്മക്കൊരു സന്തോഷമാണല്ലേ? അന്നേ പറഞ്ഞു. പെണ്ണുങ്ങളാവരും മര്യാദ വേണം കേട്ടാ. അല്ല ചുമ്മാ ആവശ്യമില്ല. എന്നെ അറിയാൻ എന്റെ സ്വഭാവം അറിയാൻ നിനക്ക്. ഇവിടെ മര്യാദയ്ക്ക് ജീവിച്ചാൽ കൊള്ളാം. എന്നെ തനി പോലീസുകാരനാക്കരുത്. പോ. അവരെല്ലാരും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ഇവിടെ എന്റെ പൊന്നെ ഇതെന്നാ പാട്ടവണ്ടി കേറൂലെന്നോ? പാട്ടവണ്ടി കേറൂലെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. അതെ, മൊത്തത്തിൽ ആശയദാരിദ്ര്യമാണെന്നൊരു സംസാരമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഡയലോഗൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കാം. മൊത്തത്തിൽ ഒരു ചേഞ്ച്. അതെ, നമ്മളും പലതും കാണല്ലേ, കാണാൻ പാടില്ലാത്ത പലതും. പിന്നെ ഇവിടെ ഒരു വലിയ നടനും നടിയൊക്കെ ഉണ്ട്. അല്ല മുത്തേ, ഒരു സിനിമയുണ്ടല്ലോ ഈ ജയറാമും തിലകനും KPS എഴുതിയുള്ള, അതിന്റെ പേരെന്തോന്നു? വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. അത് തന്നെ. അതിനകത്ത് ജയറാമും തിലകനും കൂടെ മുറിയിൽ കയറി. എന്തിനാണ്? ജയറാമിനെ അടിക്കാനായിട്ട്. അതെന്തിനാണ് അടിക്കുന്നത്? KPS എഴുതിയെ കാണിക്കാനായിട്ട്. ഓ, മറ്റേ അഭിനയിക്കുന്നത്. അതുപോലെയാണ് ഇവിടുത്തെ കാര്യം. ചൂടുവെള്ളം എടുത്ത് കുളിക്കാനായിട്ട്. ചൂടുവെള്ളം അവിടെ തല തണുത്ത വെള്ളത്തിൽ കഴുകിയാൽ മതിയേ. അതിന് പറ്റിയ അമ്മ പറഞ്ഞ നടനെ നടിനെ നമുക്ക് മനസ്സിലായി.